താമസിച്ചതിനുള്ള ക്ഷമാപണം. കാരണം എനിക്കൊന്ന് സമയത്തിലൊരു ചെറിയ ചേഞ്ച് വരുത്തിയിരുന്നു എന്ന് തോന്നുന്നു. ഉബൈദ് എൻ്റെ അടുത്ത് പറഞ്ഞതിനകത്ത് വ്യത്യാസം, അതനുസരിച്ചിട്ടാണ് എനിക്കൊരു ചേഞ്ച് വരേണ്ടി വരുന്നത്. ആക്ച്വലി ഞാനൊരു ഓപ്പൺ സെഷൻ എഡ്യൂക്കേഷൻ അബ്രോഡിനെ കുറിച്ച് എടുക്കുന്നതിന് മുമ്പ് ഏകദേശം വിദേശത്ത് പഠിക്കുക എന്നുള്ള ഒരു ആസ്പിറേഷൻ നമുക്ക് പലർക്കും ഉള്ളപ്പം, ക്ലിയറാണോ ഞാൻ പറയുന്നത്, കേൾക്കാമോ? വിദേശത്ത് പഠിക്കുക എന്നുള്ള ആസ്പിറേഷൻ നിങ്ങൾക്കുള്ളപ്പോൾ ഈ ആസ്പിറേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഏത് രാജ്യം, ഏത് കോഴ്സ്, എത്ര ചിലവ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അപ്പം അതിന് മുമ്പ് ഒരു ആമുഖം എന്ന നിലയിൽ ഈ രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോയാൽ തന്നെ 1-2 മണിക്കൂർ എടുക്കും. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന നിലയിൽ മാത്രമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ നമ്മുടെ രാജ്യത്ത് ഉള്ള യൂണിവേഴ്സിറ്റികളുടെ കൂടാതെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന ആളുകളുടെ ഇടയിലുള്ള ട്രെൻഡ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വളരെ സജീവമായിട്ട് വന്നിരിക്കുന്നതാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ തന്നെയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തിനാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏത് കോഴ്സിനല്ല, എന്തിനു വേണ്ടിയിട്ടാണ് വിദേശത്ത് നിങ്ങൾ പഠിക്കാൻ പോകേണ്ടത് എന്നുള്ളതാണ്. അത് എനിക്ക് നിങ്ങളിൽ കുറച്ച് പേര് ആൻസർ പറഞ്ഞാൽ സൗകര്യമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, വൈ ഐ വാണ്ട് ടു സ്റ്റഡി അബ്രോഡ് എന്നൊരു തീരുമാനമെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. മൈക്കുണ്ടോ? ഇവർക്ക് കൊടുക്കാൻ മൈക്കുണ്ടോ? ആരെങ്കിലും പറഞ്ഞോളൂ. ഈ വൈ സ്റ്റഡി അബ്രോഡ്, ഒരാൾ വിദേശത്ത് പഠിക്കാൻ പോകുമ്പം എന്തുകൊണ്ട് ഇന്ത്യയെ പഠിച്ചാൽ പോരെ എന്ന് നമ്മുടെ മാതാപിതാക്കൾ തന്നെ ചിലപ്പോൾ ചോദിക്കാം, കൂടെയുള്ളവർ ചോദിക്കാം, എന്തിനാണ് നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോകാണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അൺഎംപ്ലോയ്മെന്റ് ഇവിടെ കൂടുതൽ. ഉറക്കെ പറയുമോ? ഇവിടെ ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. അൺഎംപ്ലോയ്മെന്റ് ആണ് ഒരു കാര്യം. ഓക്കെ, ശരി. ഇനി ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഓഫ് കോഴ്സ് അതൊരു കാര്യമാണ്. പറഞ്ഞോളൂ. മനസ്സിലാക്കാം വ്യത്യസ്ത കൾച്ചറുമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഓഫ് കോഴ്സ്. ഇനി മോർ ഈ പറഞ്ഞൊക്കെ എൻ്റെ റീസൺസ് തന്നെയാണ് കേട്ടോ, ഇതൊന്നും റീസൺ അല്ലാതില്ല ആക്ച്വലി. ഇനി എന്തെങ്കിലും റീസൺ പുറത്ത് പഠിക്കാൻ പോകുന്നതിന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ നിയമപരമായിട്ട് പാർട്ട് ടൈം ജോബ് വരുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിലാണ് ഓരോരുത്തരും വിദേശത്ത് പഠിക്കാനുള്ളത്. ഒന്നും ആദ്യം പറഞ്ഞൊരു അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായിരിക്കാം. നമ്മുടെ ഇവിടത്തേക്കാൾ കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടുന്ന കോഴ്സുകളോ അല്ലെങ്കിൽ അവസരങ്ങളുള്ള രാജ്യങ്ങളിൽ പോയാൽ കുറച്ചുകൂടെ നന്നായി സെറ്റിലാവാം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഒന്ന്, ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ കൾച്ചറിലോട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുമ്പോഴുള്ള എക്സ്പോഷർ നമുക്ക് കിട്ടുന്നതിനെക്കുറിച്ച് വരയ്ക്കാം. വേറെ ഒന്ന്, ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, മറ്റ് ലോക നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ആർജിക്കുന്നതിന് വേണ്ടിയൊക്കെ. ഇതൊക്കെ ഒരു റീസൺ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇങ്ങനെ സമ്മിശ്രമായ ഒരു ഒട്ടനവധി റീസൺസ് വിദേശത്തേക്ക് പഠിക്കാൻ പോകുമ്പോഴുള്ള നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായിരിക്കും. ഈ പറഞ്ഞതൊക്കെ അൺഎംപ്ലോയ്മെൻറ്റ് പോലെ ഒരു ജോലി കിട്ടുന്നതും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ളൊരു ക്വാളിഫിക്കേഷൻ കൈ കിട്ടുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ കൾച്ചറലായിട്ടുള്ള എക്സ്പോഷർ കിട്ടുന്നതിനെക്കുറിച്ചോ ഒക്കെ നമുക്ക് കിട്ടുന്നത്, നമുക്ക് അതിൻ്റെ ഒരു ബോണസ്, ഒരു വാല്യൂ ആഡഡ്. പാർട്ട് ടൈം ജോബ് കിട്ടുന്നത്, ഇതൊക്കെ ഒരു വാല്യൂ ആഡഡാണ്. ചില രാജ്യങ്ങളിൽ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ ഒരു വാല്യൂ ആഡഡാണ്. വിദേശത്ത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, നമ്മൾ ആദ്യം വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ഈ ഒരു ചോദ്യം ബാക്കി അടുത്ത സെഷനോട്ട് വരുന്നതായിരിക്കും. വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ പ്രിപ്പയർഡ് ആവേണ്ടത്, നമ്മൾ ഇന്ന് വരെ പഠിച്ചു വന്ന ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആക്ച്വലി. കാരണം
വിദ്യാഭ്യാസം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെയും പാശ്ചാത്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ കാനഡ അത്തരം രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നുവരെ പഠിച്ചു വന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ മാറിയിരുന്ന ഒന്നാണ്. എങ്ങനെയാണ് പ്രാഥമികമായി പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്നുവരെ പഠിച്ചു വന്ന കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ആക്ടിവിറ്റി ബേസ്ഡും അസൈൻമെൻറ്റ് ബേസ്ഡുമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് മാറും. ഒരു 30% പരീക്ഷകളിലൊക്കെ 70% ഇൻഡിവിജ്വലും ഗ്രൂപ്പായിട്ടുള്ള അസൈൻമെൻറ്റുകളും ആക്ടിവിറ്റിയും പ്രാക്ടിക്കൽ ട്രെയിനിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിന് തമാശയ്ക്ക് നമ്മൾ പറയാം, നമ്മുടെ രാജ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരു എഞ്ചിൻ തുറന്നു നോക്കിയിട്ടില്ലാത്ത ഒരാൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ വ്യത്യസ്തമായതാണ്. സിമ്പിൾ എക്സാമ്പിൾ, വിദേശത്ത് അതല്ല, അങ്ങനെയുള്ള ഒരാളല്ല പഠിപ്പിക്കുന്നത്, ആ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരിക്കാം. കുട്ടികളും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. അവർ തന്നെ ആ ഇൻഡസ്ട്രിയിലെ പ്രോഗ്രാം ഫിക്സ് ചെയ്യും. തീസിസ് ഉണ്ടായിരിക്കും പഠനത്തിൽ, ഓരോ ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ്സും ഗ്രൂപ്പ് അസൈൻമെൻറ്റ്സും കൂടാതെ തീസിസുകളുണ്ടായിരിക്കും. ആ തീസിസിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഇൻഡസ്ട്രിയിലെ റിയൽ ടൈം പ്രൊജക്റ്റാണ് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത്, പ്രോബ്ലങ്ങൾ കണ്ടെത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം, ഇമ്മേഴ്സീവ് ലേണിംഗ് സിസ്റ്റം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ലേണിംഗ് സിസ്റ്റത്തിലോട്ട് മാറുമ്പോൾ ആണ് നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ നിങ്ങൾ കടക്കുന്നത്. കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ള വിഖ്യാതമായ ഒരു വാചകമുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലേണിംഗ് ഫാക്ട്സ്, എഡ്യൂക്കേഷൻ ഈസ് ദ ട്രെയിനിങ് ഓഫ് മൈൻഡ് ടു തിങ്ക്. നിങ്ങളുടെ മനസ്സിനെ ചിന്തിക്കാൻ സജ്ജമാക്കുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. അല്ലാതെ കാണാതെ പഠിച്ച കാര്യങ്ങൾ വെക്കുന്നതല്ല വിദ്യാഭ്യാസം എന്നുള്ളത്. ഈ സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 99.9% കാര്യങ്ങളും പാശ്ചാത്യ ലോകത്തു നിന്ന് വന്നേക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മൈക്രോഫോൺ, ഈ കമ്പ്യൂട്ടർ, നമ്മുടെ കയ്യിരിക്കുന്ന ടെലിഫോൺ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സാധനവും കണ്ടുപിടിച്ചിരിക്കുന്നത് പാശ്ചാത്യ ലോകത്തു നിന്നാണ്. ആക്ച്വലി നമ്മളവിടെ മികച്ച വർക്കേഴ്സ് ആയിരിക്കും. നമ്മൾ ആവേശം കൊള്ളുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, അവിടെ ഇന്ത്യൻ വർക്ക് ഫോഴ്സ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ടൈപ്പ് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ നമുക്ക് പോകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ഫ്രീ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇന്നവേറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂൾ മുതൽ ലാക്കാവുന്നതുകൊണ്ടാണ് നമ്മൾ വെറും വർക്കേഴ്സായിട്ട് മാറുന്നതും. അതിനെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലോട്ട് നമ്മൾ പറിച്ചു തരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വ വികാസവും നമ്മുടെ പേഴ്സണാലിറ്റിയും സബ്ജക്റ്റ് നോളജും പുതിയ മേഖലകളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു എക്സ്പീരിയൻസാണ് ആദ്യമായി നമ്മുടെ വിദേശ വിദ്യാഭ്യാസം എന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ട്രെയിൻ ചെയ്തത് ഈ കാര്യങ്ങൾ കാണാതെ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി എങ്ങനെ ചിന്തിച്ച് ഇൻവോൾവായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്നുള്ളതിലേക്ക് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിലോട്ട് പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അസൈൻമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ അറ്റാച്ച്മെൻറ്റോടും കൂടിയിട്ടുള്ള എല്ലാ മേഖലകളിലെയും വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളതിലേക്ക്. സ്വാഭാവികമായിട്ടും അതിൽ പല തലത്തിലുള്ള രാജ്യങ്ങളുണ്ടായിരിക്കും. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ പലപ്പോഴും ഫീസ് കൂടാറുണ്ട്. അവിടുത്തെ സിറ്റിസൺസ് കൊടുക്കുന്ന ഫീസിൻ്റെ 9 ഇരട്ടി വരെയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ കുറച്ചും കൂടി അഫോർഡബിൾ എഡ്യൂക്കേഷനാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അഫോർഡബിൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം യൂറോപ്യൻ യൂണിയനിലെ സിറ്റിസൺസ് കൊടുക്കുന്നത് ഇരട്ടി കൊടുത്താൽ മതി. അതായത് ചില ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ 15 ലക്ഷം മുതൽ 25-35 ലക്ഷം രൂപ വരെ ഫീസ് വരുമ്പോൾ ഒരു വർഷം ഒരു സബ്ജക്റ്റിന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് ഒരു 3-3.5 ലക്ഷമേ വരുന്നുള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള പാത്വേസ് ഉണ്ട്. ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്, മാസ്റ്റേഴ്സിലൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ വരുന്നുണ്ടെങ്കിൽ. അപ്പം ഫ്രീ ആയിട്ട് പഠിക്കാവുന്ന രാജ്യം മുതൽ ഒരു വർഷം 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ മുടക്കി പഠിക്കാവുന്ന രാജ്യങ്ങൾ വരെ നമ്മുടെ മുന്നിൽ ഓപ്ഷനുണ്ട്. ഇത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ 2-3 കാര്യങ്ങളായിരിക്കണം. ഒന്ന്, നമ്മുടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും. ഏത് വിഷയം പഠിക്കണം, എന്താണ് നമ്മുടെ അഭിരുചി, എന്താണ് നമ്മുടെ പാഷൻ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു സബ്ജക്റ്റ് വിദേശത്ത് പഠിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ, ആ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിന് ആ പോകുന്ന രാജ്യത്തോ ആ റീജിയണിലോ ലോകത്തെമ്പാടോ ഉള്ള അടുത്ത 30 വർഷത്തെ ജോലി സാധ്യത എന്താണെന്ന് നോക്കണം. പല കോഴ്സുകളും കരിയറുകളും പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എംപ്ലോയബിലിറ്റി ഓഫ് ദ സബ്ജക്റ്റ് വി ആർ ചൂസിങ് ആക്ച്വലി. മൂന്നാമത്തെ കാര്യം നമ്മൾ എടുക്കേണ്ടത് അഫോർഡബിലിറ്റി. എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യാം. എനിക്ക് 1 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അമേരിക്കയിലേക്ക് പോകാം, അല്ലെങ്കിൽ 50 ലക്ഷം ആണെങ്കിൽ അമേരിക്കയിൽ പോകാം. 25-35 ലക്ഷം രൂപ ഇയർലി സ്പെൻഡ് ചെയ്യണമെങ്കിൽ UK വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള മതിയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഫ്രീ ആയിട്ടുള്ള പാത്വേ ഉള്ള ഓസ്ട്രിയയും ബെൽജിയവും ഒക്കെ പോലെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള പല രാജ്യങ്ങളിൽ എത്തുമ്പോൾ മറ്റു ചില കടമ്പകളുണ്ടാവും. അവിടുത്തെ ഭാഷ ചിലപ്പോൾ പഠിക്കേണ്ടി വരും.
ഒരു വിദേശ ഭാഷ കൂടെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസ് വളരെ സജീവമായിട്ടുണ്ട്. ഏകദേശം 50ഓളം വിദേശ രാജ്യങ്ങളിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സജീവമായി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും 50 കൂടുതലുണ്ടെന്ന് പറയാം. ആക്ച്വലി സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്തരം ഓപ്പർച്യൂണിറ്റി വേൾഡ് വൈഡായിട്ട് നമുക്കുണ്ട്. ആ വേൾഡ് വൈഡായിട്ട് നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ മാത്രമല്ല വിദേശത്തേക്കുള്ള ഓപ്ഷൻസ് ആക്ച്വലി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള വിഷയം, ആ വിഷയത്തിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള രാജ്യങ്ങൾ, അതിൻ്റെ എംപ്ലോയബിലിറ്റി ഉള്ള റീജിയൻ, ആ റീജിയനുപരി അതിന് നമ്മുടെ അഫോർഡബിലിറ്റി കൊടുക്കുന്ന രാജ്യം, ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ചൂസ് ചെയ്യുന്നതിനാണ് ഞാൻ ഇനിയുള്ള പ്രസൻറ്റേഷൻ, അതായത് ഈ 35 രാജ്യങ്ങളുടെ പേരാണ് ഞാൻ പറയുന്നത് ആക്ച്വലി. ഇത് അപ്പോൾ അത് ഞാൻ അമേരിക്ക മുതൽ ഇങ്ങോട്ട് പറയുന്നുണ്ട്. അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നുള്ള 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ, പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷും ഇന്ത്യൻ ഭാഷകളും സംസാരിക്കുന്ന സിംഗപ്പൂർ പോലെ രാജ്യങ്ങൾ, യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ ഭാഷ സ്പാനിഷും ഫ്രഞ്ചും ഒക്കെ സംസാരിക്കുന്ന സ്പാനിഷും പോലെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ടായിരിക്കും ആക്ച്വലി. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ്, അതിൻ്റെ എംപ്ലോയബിലിറ്റി, അതിൻ്റെ നമ്മുടെ അഫോർഡബിലിറ്റി എന്നുള്ളതാണെങ്കിൽ ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. ആ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ രാജ്യത്തും അതിൻ്റെ ചില നിയമങ്ങളുണ്ടായിരിക്കും, അതിൻ്റെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും, എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ എലിജിബിലിറ്റി കണ്ടീഷൻസ് പ്രകാരം ആ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപയുടെ ഇത് വേണ്ടി വരും. ചിലപ്പം ഇൻകം ടാക്സ് റിട്ടേൺ വേണ്ടി വരും, ചിലപ്പോൾ ബാങ്ക് ബാലൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ ബാങ്ക് ലോൺ വേണ്ടി വരും. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണ് കണ്ടീഷൻസ്, വിസ കണ്ടീഷൻസ് അങ്ങോട്ട് ചെല്ലാനുള്ള. സ്റ്റേ ബാക്കും അതുപോലെ തന്നെ. സ്റ്റേ ബാക്ക് ഒന്നുമില്ലാത്ത രാജ്യം മുതൽ 2 വർഷം വരെ സ്റ്റേ ബാക്ക്, പഠനശേഷം നമുക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് വെച്ചിട്ട് മറ്റ് സ്പോൺസർമാരില്ലാതെ നിന്ന് ജോലി കണ്ടെത്താനുള്ള ഓപ്ഷനുള്ള രാജ്യങ്ങളുണ്ട്. അത് ചില രാജ്യങ്ങളിൽ 6 മാസമാണ്, ചിലടത്ത് 8-9 മാസമാണ്, ചിലടത്ത് 12 മാസമാണ്. അത് ഓരോ രാജ്യം വ്യത്യസ്തമാണ്. അത് ഏത് രാജ്യം നിങ്ങൾ കാര്യം ഞാനത് മൊത്തമായിട്ട് പറഞ്ഞു പോകാത്തതിൻ്റെ കാരണം, ഇനി ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നിങ്ങളുടെ സെഷനിലോട്ട് വരുവാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും രാജ്യത്തെക്കുറിച്ചോ ഏതിനെക്കുറിച്ചോ ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഇൻഫർമേഷൻ ഞാൻ തരാം. കാര്യം ഞാൻ ഈ 50 രാജ്യവും നിങ്ങളടുത്ത് പറഞ്ഞ് 50 നിങ്ങളെ ബോറടിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യം അല്ലെങ്കിൽ ഏത് കോഴ്സ്, ഏത് രാജ്യം, എവിടെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊന്ന് ചോദിച്ചാൽ അക്കാര്യം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു ഞാനത് ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കൂ, ഞാൻ മറുപടി പറയാം. ജർമ്മൻ. എന്ത് പഠിക്കാൻ? ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ടൂറിസം. മോൻ എന്ത് കോഴ്സ് കഴിഞ്ഞു? ഞാനല്ല, എൻ്റെ അനിയന് വേണ്ടിയാണ്. പുള്ളിക്ക് ഒരു സാഹചര്യം കൊണ്ട് വരാൻ കഴിഞ്ഞില്ല, അപ്പം പകരം ഞാൻ വന്നതാണ്. ജർമ്മൻ. അനിയൻ എത്ര വയസ്സുണ്ട്? പുള്ളി ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. പേരെന്താ മോൻ്റെ? എൻ്റെ ഒരു ബാദുഷ. ബാദുഷ ചോദിച്ചത് ജർമ്മനിയിലെ അനിയനുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റിന് +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികളെ. ആക്ച്വലി ജർമ്മനിയിലെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ 2 രീതിയിലാണ് ഉള്ളത് അവിടെയൊക്കെ ഉള്ളത്. ഒന്ന്, നമ്മൾ ഇന്ത്യ അടക്കമുള്ള അല്ലെ അവിടെ പഠിക്കുന്നവർ +2 10ാം ക്ലാസ്സിലുള്ള യോഗ്യത ഉള്ളെങ്കിൽ പഠിക്കാവുന്ന ഡിപ്ലോമ പോലത്തെ കോഴ്സ്, ലൈസൻസ് പ്രോഗ്രാം എന്ന് പറയും. വേറെ ഒന്ന് ഗ്രാജുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഡിഗ്രി പോലെയുള്ള. ജർമ്മനിയിൽ നമുക്ക് ഒരാൾക്ക് പോയി ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ +2 പോരാ, 13ാം ക്ലാസ് എന്നൊരു ക്ലാസ് വേണം നമുക്ക്. 13th ക്ലാസ്സിന് തുല്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം ജർമ്മനി ചെയ്യണം. ഇന്ത്യയിലെ ഈ 13ാം ക്ലാസ് കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. IGSE എന്നുള്ള ICSEയുടെ സിലബസിന് കീഴിലുള്ള സ്കൂളുകളും ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ് IB സിലബസുള്ള സ്കൂളുകളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. 13ാം ക്ലാസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ 12th ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിലുള്ളൂ. എനിക്ക് ജർമ്മനിയിൽ ഡിഗ്രി ചെയ്യണം. ആ 13th ക്ലാസ് തുല്യമായ സ്റ്റുഡൻറ്റ് കോളേജ് എന്നൊരു പ്രോഗ്രാമുണ്ട്. സ്റ്റുഡൻറ്റ് കോളേജിൽ ജർമ്മൻ ലാംഗ്വേജ് C2 ലെവൽ വരെ പഠിക്കേണ്ടതാണ്. ഇനിഷ്യലി B2 ലെവൽ തന്നെ 860 മണിക്കൂറാണ് B2 ലെവൽ ലാംഗ്വേജും. ഏത് വിഷയമാണോ, ഇപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗിനാണ് അവിടെ ചേരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, FSP എന്നൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ജർമ്മൻ ഭാഷയിൽ പഠിച്ചിട്ട് എഴുതണം. അത് ആ ക്വാളിഫൈ ചെയ്ത് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കോട്ടയിൽ നമുക്ക് ജർമ്മൻ ഇതേക്കാം. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് കോളേജ് പ്രോഗ്രാം പഠിക്കാൻ തന്നെ അവിടെ ഒരു 10-12 ലക്ഷം രൂപ ഫീസ് ഉണ്ട്. പിന്നെ ഒരു 12 ലക്ഷം രൂപയ്ക്ക് മേളിലോളം ജർമ്മനിയിലെ ലിവിങ് എക്സ്പെൻസ് ആദ്യമേ മുൻകൂറായിട്ട് അവിടെ ബ്ലോക്ക് അക്കൗണ്ട് എടുത്ത് തുടങ്ങണം. അപ്പം ഫ്രീ ആണ് എഡ്യൂക്കേഷൻ എങ്കിലും ഈ 13ാം ക്ലാസ്സിൻ്റെ കടമ്പ കിടക്കാൻ 25 ലക്ഷം രൂപയ്ക്ക് മേളിൽ മുടക്കണം, എന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഡിഗ്രി പ്രയാസമാണ്. രണ്ടാമത്തെ ഭാഗമാണ് മോനിപ്പോൾ ചോദിച്ച ഭാഗം. അതിന് ഓസ് ബിൽഡിംഗ് കോഴ്സുകൾ പറയും. ഓസ് ബിൽഡിംഗ് എന്നാണ് വാക്ക്. ഓസ് ബിൽഡിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ അറിയാം. അപ്രൻറ്റീസ്ഷിപ്പ് എന്നാണ് അറിയാം. ഡ്രൈവറുടെ കാറ്റഗറി മുതൽ അവിടുത്തെ സ്കിൽഡ് ലേബർ കാറ്റഗറിയിലേക്കുള്ള 300ഓളം ട്രേഡുകളിലേക്കുള്ള ഓസ് ബിൽഡിംഗ് മുഖാന്തരമാണ് അവർ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ആക്ച്വലി നഴ്സിംഗ്, ലൈസൻസ് നഴ്സിംഗ്,
ഓഫീസ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഓഫീസ് മാനേജർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഹോട്ടൽ മാനേജ്മെൻറ്റിലെ സർവീസിങ് സെഗ്മെൻറ്റിലുള്ളത്, ഗ്യാസ്ട്രോണമി, ഷെഫായിട്ട് പോകുന്നത് ഒക്കെ ഇതിനാണ്. അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ജർമ്മൻ B2 ലെവൽ ലാംഗ്വേജ് വേണം. അതൊരു കോഴ്സല്ല, 75% വർക്കാണ്, 25% ലെക്ചറുകളും സെമിനാറുകളും മറ്റൊക്കെ ആയിട്ട് വരുന്നത് ആക്ച്വലി. അപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരാൾ പോവുകയാണെങ്കിൽ അയാൾ ആദ്യം ജർമ്മൻ B2 ലെവൽ ലാംഗ്വേജ് ഇവിടുന്ന് ക്വാളിഫൈ ചെയ്യണം. B2 ലെവൽ എക്സാമിനേഷനും സർട്ടിഫിക്കറ്റും കിട്ടിയതിന് ശേഷം നമ്മൾ അവിടുത്തെ എംപ്ലോയറായിട്ടുള്ള അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ ഇൻ്റർവ്യൂ ചെയ്യും. ആ ഇൻ്റർവ്യൂ നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിസ പ്രോസസ്സിലോട്ട് പോയി അവർ ഓഫർ ലെറ്റർ തന്നിട്ട് വിസ പ്രോസസ്സിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷം നമ്മൾ ആ സ്ഥാപനത്തിലെ ഹൗസ് ബിൽഡിംഗ് ട്രെയിനി ആയിട്ട്, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിൽ. അപ്പം നമുക്ക് മാസം 1000-1200 യൂറോ സ്റ്റൈപ്പൻ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും. ആ സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടുന്നത് നമ്മുടെ ലിവിങ് ആൻഡ് ഫുഡ് എക്സ്പെൻസിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ 3 വർഷം അവിടുത്തെ ട്രെയിനിയായി വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ലൈസൻസ്ഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ലൈസൻസ്ഡ് ഷെഫ്, ഗ്യാസ്ട്രോണമി പ്രൊഫഷണൽ കിട്ടും. അത് ജർമ്മനിയിലെ എൻട്രി ലെവൽ, അതായത് ബ്ലൂ കോളർ ജോബ്സ്, നമ്മൾ വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറയാൻ പറ്റുന്നത് ഇതിലെ ബ്ലൂ കോളർ ജോബ്സിലെ എൻട്രി ലെവലിലേക്ക് കിട്ടുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. ആ ജർമ്മൻ ലാംഗ്വേജ് B2, C1, C2 വേണം. പക്ഷേ ഇത്തരം കാറ്റഗറിയിലേക്കുള്ള എംപ്ലോയീസിൻ്റെ വേക്കൻസി ജർമ്മനിയിലുണ്ട്. സ്കിൽ ലേബർ കാറ്റഗറി അടക്കം ജർമ്മനിയിൽ ഈ വർഷം തന്നെ 17 ലക്ഷത്തിലധികം വേക്കൻസി ഉണ്ട്. അടുത്ത 2-3 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന 30 ലക്ഷം വേക്കൻസിയാണ് ആക്ച്വലി ഇത്. ജർമ്മനി അതുകൊണ്ട് തന്നെ ജർമ്മനി സ്റ്റേ ബാക്കിൻ്റെ ഓപ്ഷൻസ് ഒക്കെ റിലാക്സ് ചെയ്തു. മുമ്പ് 7 വർഷം നമ്മൾ അവിടെ പഠനമൊക്കെ ശേഷം 7 വർഷം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടത്തുള്ളായിരുന്നു. ഇപ്പോൾ അത് മാറ്റി, അത് 5 വർഷമായി കുറച്ചു. നമ്മുടെ പഠിക്കുന്ന പീരീഡും കണക്കൂട്ടും. ഹോസ് ബിൽഡിങ്ങിന് പോകുന്ന ഒരാളാണെങ്കിൽ 3 വർഷം ഹോസ് ബിൽഡിങ്ങിൻ്റെ പീരീഡും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 2 വർഷം വർക്കും കൂടെ ചെയ്ത് കഴിയുമ്പോൾ സിറ്റിസൺ ആവാൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ജർമ്മനിയിലെ മോൻ ചോദിച്ച കോഴ്സിൻ്റെ പാത്വേ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം. സർ, MBA എബ്രോഡ് ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് എബ്രോഡിൽ MBA ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ ബെസ്റ്റ് കൺട്രിയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ബെസ്റ്റ് കൺട്രിയുടെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അഫോർഡബിലിറ്റി അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യണം. ഒരു വർഷം ഏറ്റവും നല്ല ഐവി ലീഗ് സ്കൂൾസ്, ഐവി ലീഗ് ബിസിനസ് സ്കൂൾസ് പറയും, ഹാർഡ്വാർഡ് മറ്റേതൊക്കെ. ഹാർഡ്വാർഡിലേക്കുള്ള പ്രോസസ്സ് ഒരു 1-2 വർഷം മുമ്പേ ആരംഭിക്കണം. നമ്മൾ GMAT സ്കോർ, നമ്മുടെ മറ്റ് സ്കോറുകൾ, അവിടുത്തെ കണ്ടീഷൻസിലേക്കുള്ള ടെസ്റ്റുകൾ ഒക്കെ ക്വാളിഫൈ ചെയ്ത് വേണം ഐവി ലീഗ്. ഒരു വർഷം MBAയുടെ ഫീസ് 2.5 കോടിയൊക്കെയാണ്. 2 കോടിയാണ് ഹാർഡ്വാർഡ്, വാട്ടർ ബിസിനസ് സ്കൂള്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രീമിയം. അപ്പം സ്കോളർഷിപ്പ് ഉണ്ടാവില്ലേ? സ്കോളർഷിപ്പ് എന്തായാലും കുറേ അത് ഒരു സ്കോളർഷിപ്പ് പല രീതിയിലുണ്ട്. രാജ്യത്തിൻ്റെ കോൺസുലേറ്റ്, ആ രാജ്യം കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും, യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. എന്നാലും പ്രീമിയം ബിസിനസ് സ്കൂൾസിലൊക്കെ എല്ലാവരും എക്സ്പെൻസീവ് തന്നെയാണ് ആക്ച്വലി. അത് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ ഹാർഡ്വാർഡിൽ പഠിക്കുന്നില്ലേ തന്നെ ചോദിക്കും. 2 കോടി രൂപ 3 കോടി രൂപയ്ക്ക് പോലെ പഠിച്ചത് പോലെ. അല്ല, അവിടെ മറ്റേ വർക്ക് എക്സ്പീരിയൻസ് വേണമല്ലോ ഹാർഡ്വാർഡിലൊക്കെ. ഇവിടെയൊക്കെ മികച്ച ബിസിനസ് സ്കൂളുകളിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ MBAക്ക് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ എബ്രോഡ് പോകണമെങ്കിൽ ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് വേണമല്ലോ. അതെ, വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഏറ്റവും മികച്ച MBA ഉള്ള മാനേജ്മെൻറ്റ് സ്കൂളിലോട്ട് നിങ്ങൾക്ക് വേണോ? വർക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ് ആക്ച്വലി. പ്രായം ഒരു പ്രശ്നമൊന്നുമില്ല. 50 വയസ്സ് 60 വയസ്സൊക്കെ ശരാശരി പ്രായം 45-50 വയസ്സുകാരൊക്കെ അത്തരം ആളുകൾ അവിടെ പഠിക്കുന്നത് ആക്ച്വലി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധാരണ ഒരു MBA ആണ്, കുറച്ച് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ്, ഗ്രാജുവേഷൻ കഴിഞ്ഞു പോകണമെങ്കിൽ ലോട്ട് ഓഫ് ഓപ്ഷൻസ് എല്ലാ രാജ്യങ്ങളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷം 3.25 ലക്ഷം രൂപ ഫീസ്. ജർമ്മനി ഫ്രീ ആണ്. പക്ഷേ CGPA ഡിഗ്രിയുടെ ജർമ്മനിയിലും MBAക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കും അവർ. എന്നിട്ട് നമ്മൾ CGPA നമ്മുടെ സ്കോറുണ്ട്. CGPA 7.5 എബോ 8 മേളിലാണ് സേഫ് ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടത്തുള്ളൂ. പഠിച്ചിരുന്ന സബ്ജക്റ്റിന് 180 ക്രെഡിറ്റ്സ് എടുത്ത് മിനിമം ക്രെഡിറ്റ്സ് വേണം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സെയിം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ടത് അത് BCom ഗ്രാജുവേറ്റ്സ് പലപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ 120 ക്രെഡിറ്റ്സിൽ താഴെ അടുത്തുള്ളൂ. എന്നാൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് നമ്മൾ പെട്ടെന്ന് കിട്ടും. 240 ക്രെഡിറ്റ് ഉണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ആക്ച്വലി. അപ്പോൾ അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട് എന്നത്. ഇപ്പോൾ ജർമ്മനി ഫ്രീ ആയിട്ട് MBA ചെയ്യാം. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഫ്രാൻസ് അടക്കമുള്ള സ്ഥലത്തും ഫീസ് കുറഞ്ഞതും മികച്ച ബിസിനസ് സ്കൂളുകളും അവിടെയുണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മുടെ ഒരു ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്ന മേഖല. മാസ്റ്റേഴ്സ് കാര്യം MBA പലയിടത്തും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടുവാണെങ്കിലും അതിൻ്റെ എംപ്ലോയബിലിറ്റിയിൽ പലയിടത്തും ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉള്ളതല്ല MBA. പലപ്പോഴും നമ്മൾ എടുക്കുന്ന സ്കില്ലും നമ്മൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന മേഖലകളൊക്കെ അനുസരിച്ച് വേണം അതിന് ചിലപ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ബാക്ക് കഴിച്ചിട്ട് എംപ്ലോയബിലിറ്റി കൂടുതലുള്ളത് ആക്ച്വലി. അത് HR മേഖല കുറച്ചുകൂടെ എംപ്ലോയ്മെൻറ്റ്, HR മേഖല ഹ്യൂമൻ റിസോഴ്സ് MBA
HR MBA പരമ്പരാഗതമായിട്ടാണ് എല്ലായിടും. അത് ആ സബ്ജക്റ്റ് നമ്മുടെ പാഷൻ എത്രയാണ് എനിക്കുന്നുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് ഓഫ് കോഴ്സ് എല്ലായിടും ആവശ്യമുണ്ട്. എംപ്ലോയബിലിറ്റി കൂടുതലല്ലേ? എംപ്ലോയ്മെൻറ്റ് ഇപ്പം MBAയുടെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അത് സെക്ടോറിയൽ MBAs ആയിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം 100-ലധികം സ്പെഷ്യലൈസേഷനുകളുണ്ട് MBA തന്നെ. ആ സ്പെഷ്യലൈസ്ഡ് മേഖലയിലോട്ട് പോകുമ്പോൾ മാസ്റ്റേഴ്സിൽ ഇപ്പോൾ ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട സെഗ്മെൻറ്റാണെങ്കിൽ അതായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ റീറ്റെയിൽ മാനേജ്മെൻറ്റാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്നത്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ പല മേഖലകളായിട്ട് സെക്ടോറിയൽ MBAs ഉണ്ട്. ടെക്നോളജി മാനേജ്മെൻറ്റ്, IoT റിലേറ്റഡ് MBA ഉണ്ട്. അങ്ങനെ ഈ ഓരോ MBA ഡാറ്റ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട MBA പ്രോഗ്രാമുണ്ട്. അപ്പം നമ്മൾ ആ എടുക്കുന്ന സെക്ടോറിയൽ MBAസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ ആ മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഒരുവിധം ജോബ് ഉറപ്പാക്കും. അതല്ല ജനറൽ MBAയിലോട്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് HR, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നുള്ള ഒരു ഇതെടുക്കുന്നത്. അത് ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എപ്പോഴും മാർക്കറ്റിംഗ് ആണ്. HR-നേക്കാൾ കൂടുതൽ മാർക്കറ്റിംഗുകാരാണ്, മാർക്കറ്റിംഗ് ഫോഴ്സാണ് എല്ലാ കമ്പനികൾക്കും ഏറ്റവും കൂടുതൽ ആവശ്യവും ഡിമാൻഡും ഉള്ളത് ചെയ്തത്. അതിൽ തന്നെ സെക്ടോറിയൽ MBA ആണെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഏരിയയിലോട്ട് നമുക്ക് പോകാൻ കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതാണ്. അപ്പോൾ MBA ഒരു ബെസ്റ്റ് ചോയ്സോ ഓപ്ഷനോ ഒന്നുമല്ലെന്നാണോ സാർ പറയാം? MBA ഒരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല എന്നാണോ പറയുന്നത്? MBA ഇസ് ഓപ്ഷൻ, ഗുഡ് ഓപ്ഷൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന MBA-കാരാണ്. ഡോക്ടർ എഞ്ചിനീയർ ഒന്നുമില്ല, ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന MBA-കാരന്. ബട്ട് വാട്ട്സ് ദ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ് ഇച്ചിരി. ഗൂഗിൾ പിച്ചെ അല്ലെങ്കിൽ സത്യനാഥല്ലേ ഇവർ MBA-കാരാണ്. അവർ പക്ഷേ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് മാസ്റ്റേഴ്സിലോട്ട് പോയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയതാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട്. ബേസിക്കലി ദ ടെക്കീസ്. അപ്പം നമ്മൾ MBAയുടെ ഓപ്ഷനിലോട്ട് വരുമ്പം നമ്മുടെ ബേസ് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ഉണ്ടെങ്കിൽ അതുമായിട്ട് നിന്നിട്ടൊരു MBAയിലോട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരം കമ്പനികളുടെ ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും എപ്പോഴും. ജനറൽ MBAക്കാർക്ക് ഈ പറഞ്ഞ ടോപ്പ് Ivy League ബിസിനസ് സ്കൂളോ ടോപ്പ് ബിസിനസ് സ്കൂളിൽ നിറങ്ങുന്നവർക്ക് മാസ്റ്റേഴ്സ് IIM പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ MBAക്കാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവർക്ക് ഓപ്ഷൻ കിട്ടുന്നതിൻ്റെ കാരണം അവരുടെ ബേസ് അവർ എടുക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് റിക്രൂട്ടറെ ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി ലോകത്തിലെ മികച്ച ബിസിനസ് സ്കൂളിൽ നിന്നും ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കാറുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോഴും ആ ടോപ്പ് ഒന്നും നടക്കാത്ത യൂണിവേഴ്സിറ്റികളുണ്ട്, അതും എനിക്കറിയാം. ടോപ്പ് റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയാണ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് കിട്ടത്തുമില്ല. അപ്പോൾ അതിൻ്റെ MBAയുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഇൻട്രസ്റ്റും നമ്മുടെ പാഷൻ നമ്മൾ എത്രത്തോളം അതിനകത്ത് ഇൻഡെപ്ത് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിരിക്കുന്നുള്ളതാണ്. ഞാനിപ്പോൾ BCom കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് MBAയെ കുറിച്ച് ചോദിച്ചത്. MBAക്ക് നോക്കാവുന്നതാണ്. BCom കഴിയുമ്പം ഒരു സ്പെസിഫിക് ഏരിയയിൽ നിങ്ങൾക്ക് എടുത്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യണം. ജനറൽ MBA പോവുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തത് വേണമെങ്കിൽ 1-2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ബി സ്കൂളിൽ കയറാം. ഈ വർക്ക് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത് ബിസിനസ് മേഖല തന്നെയല്ലേ, അക്കൗണ്ടിങ് മേഖല തന്നെയല്ലേ? ഡിപ്പെൻസോ അക്കൗണ്ടിങ്ങോ ഫൈനാൻസ് മാനേജ്മെൻറ്റോ ഒക്കെ. അപ്പോൾ ഫൈനാൻസ് റിലേറ്റഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കുറവുണ്ട്, 120 ക്രെഡിറ്റ്സ് ഉള്ള ആ ക്രെഡിറ്റ്സിൻ്റെ കുറവുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കുറച്ച് ഇതായിട്ട് എടുക്കാൻ പറ്റും. ഏതാ ഈ വർക്ക് എക്സ്പീരിയൻസ് പല രാജ്യങ്ങളും 40 ക്രെഡിറ്റ് വരെ കിട്ടും. ഒരു വർഷത്തെ വർക്ക് ചെയ്ത് 40 ക്രെഡിറ്റ് പിന്നെയും കിട്ടും. ഇപ്പോൾ 2 വർഷമാകുമ്പോൾ 80 ആവും. 280 ക്രെഡിറ്റ് കിട്ടും. അപ്പം നല്ല ബിസിനസ് സ്കൂളിലേക്ക് പോകുമ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. അല്ലാതെ MBA എടുക്കാം. അപ്പം ഞാനായും പറഞ്ഞ് നമുക്ക് 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന MBAക്കാരുണ്ട്, 10 കോടി രൂപയ്ക്ക് 100 കോടി രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നത്, 100 കോടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന MBAക്കാരുണ്ട്. രണ്ടുപേരും മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷനാണ്. അത് ഇറങ്ങുന്ന ക്യാമ്പസിൻ്റെ മാത്രമല്ല നമ്മുടെ ഇൻവോൾവ്മെൻറ്റ്. ഓഫ് കോഴ്സ് നല്ല ക്യാമ്പസിൽ പ്രധാന റോളുണ്ട്. ഇറങ്ങുന്ന ക്യാമ്പസുകൾ ഏതൊക്കെയാണ്, ആ ഇറങ്ങുന്ന ക്യാമ്പസിൽ തന്നെ മിടുക്കനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എടുക്കുന്ന എഫർട്ടും നമ്മുടെ ഇൻവോൾവ്മെൻറ്റും നമ്മുടെ സ്കില്ലുമാണ് ആക്ച്വലി. അത് അപ്പോൾ വർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇത്ര നല്ല സ്കൂളിലോട്ട് പോകാം, കൂടുതൽ എക്സ്പോഷർ അവിടെ കിട്ടും, കൂടുതൽ അസൈൻമെൻറ്റ്സ്, ആക്ടിവിറ്റി, ഇൻഡസ്ട്രിയിലെ റിലേഷൻ കണക്ഷൻസ് കിട്ടും. ആ എക്സ്പോഷർ നമുക്ക് നമുക്ക് എംപ്ലോയബിലിറ്റി കൂട്ടും എന്നുള്ളതാണ്. ഒരു ഡിഗ്രി കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് കരസ്ഥമാക്കാൻ പറ്റുമോ? ഡിഗ്രിയൊക്കെ ഒരു ആക്സസ് ആണ്. എല്ലാ ക്വാളിഫിക്കേഷനും നമുക്ക് സക്സസ്സിലേക്കുള്ള ഒരു ആക്സസ് ആണ് ആക്ച്വലി. അത് നമ്മൾ എത്രത്തോളം മികച്ചവനായി മാറുന്നു എന്നുള്ള സബ്ജക്റ്റിനകത്ത് ആ വിഷയത്തിൽ നമ്മളായിരിക്കുന്നുണ്ട്. അപ്പം BCom എന്നുള്ള ഗ്രാജുവേഷൻ നമുക്കൊരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ ആ മേഖലയിൽ എവിടെയെങ്കിലും ജോലി കിട്ടാനോ നമുക്ക് ഇഷ്ടമുണ്ട്. അതിൽ നമുക്ക് എത്രത്തോളം നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റും നമ്മുടെ വർക്ക് നേച്ചറും നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ കിട്ടുമ്പോഴാണ് ആ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് കൂടുതൽ പ്ലേസ് കിട്ടുന്നത്. അപ്പോഴായിരിക്കും പുതിയ കാര്യങ്ങൾ നമ്മൾ ലേൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു മേഖലയിലേക്കുള്ള MBA തന്നെ വേണേൽ പോകുന്നത് നമ്മൾ ആലോചിക്കും. ഫോർ എക്സാമ്പിൾ BCom കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് അത്ര ഒരുപാട് കാര്യമുണ്ട്. അനാലിറ്റിക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ആക്ച്വലി അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽ മേഖലയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അതുകൊണ്ടാണ് ഞാൻ വർക്ക് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. വെറും ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് പോകാതെ നിങ്ങൾ ഒരു മാനേജ്മെൻറ്റ് സെക്ടറിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ BCom കഴിഞ്ഞ് പോകുന്ന പ്രൊഫഷണൽ സ്ട്രീംസ് തന്നെ വേറെ ഉണ്ട്.
ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ചാർട്ടേഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റും ദെൻ CFP ചാർട്ടേഡ് ഫിനാൻഷ്യൽ പ്ലാനർ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനാലിസ്റ്റ്, ഫോറൻസിക് അക്കൗണ്ടൻറ്റ്, ആക്ച്വറി, ഇൻഷുറൻസ് ലോകത്തെ വലിയ ഡിമാൻഡുള്ള മേഖല ആക്ച്വറീസ്, ഭയങ്കര ഹൈലി പെയ്ഡാണ് ആക്ച്വറിയൊക്കെ. ഇങ്ങനെയൊക്കെയുടെ ഒരുപാട് CPA ചാർട്ടേഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്, ഒരുപാട് പ്രൊഫഷണൽ സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഫഷണൽ സ്ട്രീംസിൽ ഏതെങ്കിലും പോകുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അത്തരം പ്രൊഫഷണൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റി മാർക്കറ്റുമായിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങുമായിട്ടോ അത്തരം മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്നൊക്കെ പറഞ്ഞ പല മേഖലകളുണ്ട്. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്ന കമ്പനികളനുസരിച്ചിരിക്കും. അപ്പോൾ 2 വർഷം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല കുറച്ച് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മേഖലയിൽ നമുക്ക് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാമെന്നുള്ളതായിരിക്കും. അത് ഏത് മേഖലയാകാം. മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനി, അപ്പോൾ പ്രൊഡക്റ്റ് സർവീസ് ഡെലിവറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് സർവീസ് മാനേജ്മെൻറ്റ് മേഖലയിലോട്ടാണ് നമ്മൾ വരുന്നത്. ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് അത്ര MBAs ഉണ്ട്, വിദേശത്ത് അത്ര MBA ഉണ്ട്. പ്രൊഡക്റ്റ് സർവീസ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു സ്ഥാപനം, ഒരു മൊബൈൽ ഫോണാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മാനേജ്മെൻറ്റും ഡെലിവറി അടക്കമുള്ള ആഫ്റ്റർ സെയിൽസ് വരെയുള്ള സംവിധാനം എങ്ങനെ മാനേജ് ചെയ്ത് പോകണം എന്നുള്ള എക്സ്പോഷർ കിട്ടുന്ന MBAs ആണ് ആക്ച്വലി. അതായത് ഞാൻ പറയും, നമ്മൾ മേഖലയിൽ 2 വർഷം വർക്ക് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ക്രിയേറ്റീവ് MBA കാര്യമായിട്ട് ബന്ധപ്പെട്ട് അഡ്വർടൈസിങ് കമ്പനീസും മറ്റ് അത്തരം ഏജൻസീസ് മാനേജ് ചെയ്യുന്ന വേറെ ഒരു പ്രൊഫൈലാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള. അപ്പം മാനേജ്മെൻറ്റ് എല്ലായിടും ഉണ്ടെങ്കിലും മാനേജ്മെൻറ്റ് കാര്യങ്ങളും എല്ലാവരും ഉണ്ടെങ്കിലും ഈ ചില മേഖലകൾ സ്പെഷ്യലൈസിലോട്ട് പോകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത മേഖലയുടെ കോമ്പറ്റൻസ് അനുസരിച്ചിരിക്കും, നമ്മുടെ കോമ്പറ്റൻസി അനുസരിച്ചിരിക്കും ആ മേഖലയിൽ നമ്മൾ എങ്ങനെ എക്സെൽ ചെയ്യും, അതിൻ്റെ സ്കോപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആയിരിക്കും. അതാണ് നമ്മളുടെ പേഴ്സണൽ കരിയർ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. ഇപ്പോൾ റീറ്റെയിൽ മാനേജ്മെൻറ്റിലേക്ക് ചെയ്തു, ഒരാൾ തീരുമാനിക്കും ഐ ലൈക്ക് റീറ്റെയിൽ, ഞാൻ റീറ്റെയിലോട്ട് എന്നെ പോസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ റീറ്റെയിൽ സ്പെഷ്യലൈസേഷൻ തന്നെ പോകും. MBA ചെയ്യുന്നാലും പിന്നെ ആ റീറ്റെയിൽ മാനേജ്മെൻറ്റ് സ്കില്ലിനകത്തായിരിക്കും നമ്മൾ ഊന്നി നിൽക്കുന്നത് ശരിയത്. അപ്പം ആ രീതിയിലുണ്ട്. റീറ്റെയിലിനെ മാർക്കറ്റിംഗ് ആവാം, അല്ലെങ്കിൽ റീറ്റെയിൽ HR മാനേജ് ചെയ്യുന്നതാവാം, HR നേരത്തെ എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു സെഗ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തൊന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എപ്പോഴും സെക്ടോറിയൽ MBA തന്നെ വേണമെന്നില്ല, പക്ഷേ നമ്മളൊരു സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് അല്ലേ. അപ്പോൾ കൃത്യമായി നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ക്യാമ്പസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ റാങ്കിങ് ആണ് നോക്കാറുള്ളത്. റാങ്കിങ് നോക്കുമെന്ന് പറയുമ്പം അതിനകത്ത് 2 പ്രധാനപ്പെട്ട റാങ്കിങ് QS വേൾഡ് റാങ്കിങ്ങും ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങുമാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട QS റാങ്കിങ് അല്ലേ. QSും ടൈംസ് ഒരുപോലെ TH QS വേൾഡും. പക്ഷേ ഈ റാങ്കിങ്ങിൻ്റെ ഒക്കെ രസകരമായ സംഭവം ഈ റാങ്കിങ് ഒക്കെ ഇമ്പാക്റ്റ് റാങ്കിങ് ആണ്. ഇൻഡസ്ട്രിയിലോ ഉള്ളവർ ആ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ട് പറ്റിയ കാര്യമല്ല, അവിടെ നിന്നുള്ള അലൂമിനീസിൻ്റെയും റിക്രൂട്ടേഴ്സിൻ്റെയും ഫീഡ്ബാക്ക് എടുത്തിട്ടുള്ള ഇമ്പാക്റ്റ് റാങ്കിങ് ആണ് ആക്ച്വലി. എന്നാലും ആ ഫെസിലിറ്റി ചില യൂണിവേഴ്സിറ്റി എടുക്കുമ്പോൾ ചിലർ റിസർച്ച് ഓറിയൻറ്റഡ് അക്കാഡമിക് ലൈനിലായിരിക്കും, ചിലർ കൂടുതൽ പ്ലേസ്മെൻറ്റും ഇൻഡസ്ട്രി ഓറിയൻറ്റഡിലായിരിക്കും നിൽക്കുന്നത് ആക്ച്വലി. ചില ക്യാമ്പസിൽ മോർ ഇൻഡസ്ട്രി ഇൻട്രാക്ഷനും ഇൻഡസ്ട്രീസ് ഫണ്ട് ചെയ്ത പ്രൊജക്റ്റുകളോടെ കാണും ആക്ച്വലി അതിൽ. അപ്പോൾ അങ്ങനെ അനുസരിച്ച് നോക്കണം നമ്മൾ ഏത് ആംഗിളിലാണ് കൂടുതലും അക്കാഡമിക് റിസർച്ച് അക്കാഡമിക് ആംഗിളിലാണോ പോകുന്നത്, അതോ നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഇൻഡസ്ട്രി ഫണ്ടിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണോ പോകേണ്ടത് എന്നുള്ളതൊക്കെ അവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. SOP അങ്ങനെ കൃത്യമായിട്ട് നല്ലൊരു SOP ഒന്നി നിങ്ങൾ എഴുതി തയ്യാറാക്കുക, അല്ലെങ്കിൽ പ്രൊഫഷണൽ SOP റൈറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് എഴുതിക്കുക എന്നുള്ളതാണ് ഇതിന്. അല്ല, മറ്റൊരാളെ കൊണ്ട് തയ്യാറാക്കുമ്പം അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന നമ്മളോടല്ലേ. അപ്പോൾ നമ്മളെല്ലാം തനിയെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും ഉത്തമം തന്നെയാണ്. അത് നമ്മളെ ഡെവലപ്മെൻ്റ് അല്ലേ. നമ്മൾ SOP നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, SOP എഴുതാനുള്ള പോയിട്ട് നമ്മളിരുന്ന് ആലോചിക്കണം. വൈ ഐ വാണ്ട് ടു ചൂസ് സച്ച് ആൻ MBA, എന്താണ് കാരണം, അതിൻ്റെ കാരണങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ എഴുതണം. മറ്റൊരാളെ റെഡിമെയ്ഡ് ആയിരിക്കും എഴുതി തന്നെ. നമ്മളിരുന്ന് തന്നെ ആലോചിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് നമ്മളിരുന്ന് ആലോചിക്കണം, നമ്മളിരുന്ന് ആലോചിച്ച് എഴുതി തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ലാംഗ്വേജ് കറക്ഷൻ്റെ ഇഷ്യൂ വരും. അതിന് നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ട് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ കറക്ഷൻ നമ്മൾ ചിലപ്പോൾ എത്ര എഴുതിയാലും ചിലപ്പോൾ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ചിലപ്പോൾ വരാം. അതിന് ചില എത്തരം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവച്ച് നമുക്ക് ചെയ്യിപ്പിക്കാൻ തന്നെയാണ്. തനിയെ പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ് ആക്ച്വലി. ഓക്കെ, താങ്ക് യു സർ. ചോദ്യം? സർ, ഞാനിപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യണത് BTech ഇന്ത്യയിൽ ചെയ്തിട്ട് MTech ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഏത് കൺട്രികളായിരിക്കും? അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? BTech ഏത് ബ്രാഞ്ച്? CS കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ബ്രാഞ്ചിന് മിക്കവാറും എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും US-ലും ഒക്കെ ഡിമാൻഡുണ്ട്. പക്ഷേ US-ലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വേറെയാണ് എന്ന് തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഷോർട്ടേജ് ഉള്ളതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, കമ്പ്യൂട്ടർ സയൻസുള്ള ആക്ച്വലി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ എടുത്താൽ പോലും, ഇപ്പം കാനഡയോ ഓസ്ട്രേലിയയോ ഒക്കെ എടുത്താൽ പോലും യു ഹാവ് സ്കോപ്പ് ദെയർ.
UK എടുത്താലും ഒക്കെ അവിടെ കമ്പ്യൂട്ടർ സയൻസ് മറ്റും പ്രൊഫഷണൽ കാറ്റഗറിക്ക് വേക്കൻസി ഉണ്ട് ആക്ച്വലി. എന്നാലും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉള്ള രാജ്യങ്ങൾ നോക്കിയെടുക്കണം. ഇൻഡസ്ട്രി ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ ജർമ്മനിയാണ് ഗ്രോത്ത് ഉള്ളൊരു എക്കണോമി എന്നുള്ളതാണ് ആക്ച്വലി. പിന്നെ പോളണ്ട് ഉണ്ട്, ഹംഗറി ഉണ്ട്. ഇതെല്ലാം ഒരു 5% താഴെ മാത്രം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇരിക്കുന്ന രാജ്യങ്ങളുമാണ് ആക്ച്വലി. ഇവിടെയൊക്കെ എല്ലായിടവും വേണ്ട ഒരു മേഖലയാണ് ടെക്നോളജി. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ സയൻസിന് വേണമെന്നില്ല. യു ക്യാൻ ഡു സ്പെഷ്യലൈസേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്തൊരു 30 വർഷത്തേക്കുള്ള സ്കോപ്പുകൾ. ഡാറ്റാ സയൻസ് ഉണ്ട്, അനലിറ്റിക്സ് ഉണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല മേഖലകളുണ്ട് ആക്ച്വലി. ഇപ്പോൾ AI ഉണ്ട്. അപ്പോൾ AI എടുക്കുമ്പോൾ പോലും നമ്മൾ പല കുട്ടികളും ചിലപ്പോൾ നേരിട്ട് AI എടുക്കാൻ നോക്കും. നേരിട്ട് AI എടുക്കുന്നതിനേക്കാൾ നല്ലത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷന് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം AIക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ AI ഓറിയൻ്റ് വഴിയും എന്നാൽ രാജ്യങ്ങൾ ഇതിനെ കർശനമായി നിയന്ത്രിക്കും AI എന്നുള്ള സ്ഥാനത്ത്. അപ്പോൾ റെസ്ട്രിക്ഷൻസ് പലതും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ബൂം ചെയ്യുന്നത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി വരണമെന്ന് ഉറപ്പില്ല. എന്നാൽ വരാം. ജോബ് ഓപ്പർച്യൂണിറ്റി എല്ലാം AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും. റോബോട്ടിക്സ് അങ്ങനെ പല മേഖലകളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ ഇത്തരം കുറേ മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ എടുക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ബന്ധപ്പെട്ടില്ല. അപ്പോൾ ആ മേഖലകളിൽ കൂടുതൽ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് നോക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രാജ്യം സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഇത് ആവശ്യമുള്ള ഏതൊക്കെ മേഖലകളാണ്. അത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിന് എല്ലായിടവും ഉണ്ട്. ഈ IT റിലേറ്റഡ് ബ്രാഞ്ചിന് എല്ലായിടവും വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതാണെങ്കിൽ. അപ്പോൾ അവിടെ പോകുന്നതിനകത്ത് നല്ല യൂണിവേഴ്സിറ്റീസും നമ്മുടെ അഫോർഡബിൾ റേഞ്ചും മാത്രം നോക്കിയാൽ മതി ഈ സബ്ജക്റ്റുകൾക്ക്. ഇതിൽ ബെസ്റ്റ് ആയിട്ട് വരുന്ന കൺട്രീസ് ഏതായിരിക്കും അഫോർഡബിൾ ആയിട്ട് നോക്കുമ്പോൾ? മാസ്റ്റേഴ്സ് ഫ്രീ ആയിട്ട് ജർമ്മനി ചെയ്യാമല്ലോ. CGPA 8 ആവറേജ് 75-80% മാർക്ക് വേണം എല്ലാ സബ്ജക്റ്റിനും. ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്ലൈ ചെയ്ത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ മാസ്റ്റേഴ്സ് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെയ്താലും ജർമ്മനിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചേ പറ്റൂ. ഒരു B2 ലെവലെങ്കിലും ലാംഗ്വേജ് പഠിച്ചെടുക്കാതെ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടത്തില്ല. കാര്യം ഒരു എഞ്ചിനീയർ നില വർക്ക് ചെയ്യേണ്ടതും മുകളിലോട്ടുള്ളവരും താഴോട്ടുള്ളവരും ക്ലയൻസിലിരുന്ന് സംസാരിക്കേണ്ട ഈ ഭാഷയാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഹിന്ദി അറിയാതെ സംസാരിക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളിവിടെ വരുന്ന ബംഗാളികൾ പോലും മലയാളം പഠിച്ചിട്ടില്ലേ നമ്മൾ സംസാരിക്കുന്നത്? അത് നമ്മൾ ഹിന്ദി പഠിക്കേണ്ട ആവശ്യമില്ല. അവർ മലയാളം പഠിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ ആക്ച്വലി. അതൊരു പൊതു നിയമമാണ് ആക്ച്വലി അത്. അപ്പം പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എടുക്കുന്ന റീജിയൻ, ആ റീജിയൻ്റെ സ്കോപ്പ്, അപ്പോൾ അവിടുത്തെ ഭാഷ, ഇതൊക്കെ ഒരു പ്രധാന ഘടകമാണ് ആക്ച്വലി. ഇതൊന്നും പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇംഗ്ലീഷിൽ തന്നെയുള്ള വർക്ക് ചെയ്യുന്ന സ്പേസ് നോക്കുകയാണെങ്കിൽ കാനഡയോ ഓസ്ട്രേലിയയോ ഒക്കെയാണ് കൂടുതൽ. UK കൂടുതൽ കാനഡയോ ഓസ്ട്രേലിയയോ ഉണ്ട്. US ഉണ്ട് ഓപ്പർച്യൂണിറ്റി. പക്ഷേ US വേറെ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അവിടുത്തെ H1B ലോട്ടറി സിസ്റ്റം ഉണ്ട് ആക്ച്വലി അത്. താങ്ക് യു. ഓക്കെ. സർ, ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ട്. മെക്കാനിക്കലിലാണ് ബാച്ചിലേഴ്സ് കഴിഞ്ഞത്. അപ്പോൾ സാർ പറഞ്ഞല്ലോ ജർമ്മനിയിൽ 7.6 CGPA. ആക്ച്വലി ഇറ്റ്സ് ഓൾമോസ്റ്റ് 4 years ബിഫോർ. 4 വർഷമായി ചെയ്ത് കഴിഞ്ഞിട്ട്. ഗ്യാപ്പ് ഉണ്ട്. റിലേറ്റഡ് ആണെന്നല്ല ഞാൻ ജോബ് വർക്ക് ചെയ്യുന്നത്, സംതിങ് എൽസ്. പേരെന്താ? റാഷിദ്. അപ്പോൾ അവിടെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഇതിന് എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ? മാസ്റ്റേഴ്സ് ഒന്ന് അവിടെ 2 രീതി നിങ്ങൾക്ക് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാം. ഒന്ന് ജർമ്മനിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാസ്റ്റേഴ്സ് ചെയ്യുക പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. 400ഓളം യൂണിവേഴ്സിറ്റി ജർമ്മനിയിലുണ്ട്. അത് 300 യൂണിവേഴ്സിറ്റിയും പബ്ലിക് യൂണിവേഴ്സിറ്റീസാണ് ആക്ച്വലി. ഇംഗ്ലീഷ് മീഡിയത്തിൽ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഫ്രീ ആണ് കോഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ CGPA 7.5 വേണം അപ്ലൈ ചെയ്യുമ്പോൾ ചില കണ്ടീഷനിലേക്ക് ചെയ്ത്. അതിൽ വഴി ഞാൻ പറഞ്ഞുതരാം. പിന്നെ കോൺടാക്ട് ചെയ്തത് അത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് അവിടെ ചെന്നതിന് ശേഷം ഡാറ്റയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ഡോയ്ച്ച്ലാൻഡ് അക്കാഡമിക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ വെബ്സൈറ്റിൽ കൂടെ യൂണിവേഴ്സിറ്റി എടുത്ത് ആ യൂണിവേഴ്സിറ്റി നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് ചിലർക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും, ചിലർക്ക് കാണത്തില്ല. നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കും. അതിന് മുമ്പ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് APS ചെയ്യണം. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് APS ചെയ്ത് ജർമ്മൻ എംബസി കൊണ്ട് ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. അത് സർട്ടിഫിക്കറ്റ് APS ചെയ്തതിന് ശേഷം അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഒക്കെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. IELTS വേണം. IELTS 6.5 വേണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്നതായിരിക്കും. എന്നാൽ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇവിടുന്ന് C1 C2 ലെവൽ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അവിടുത്തെ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ ജർമ്മൻ മീഡിയത്തിലെ മാസ്റ്റേഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാം. 2 മീഡിയ അതും ഫ്രീ ആണ്. അതാണ് ജർമ്മനിലെ ഫ്രീ ഹയർ എഡ്യൂക്കേഷൻ്റെ പതിക്കുന്നത്. 3ാമത് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കാം. ജർമ്മനിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം മാസ്റ്റേഴ്സിന്. മാർക്ക് കുറവാണെങ്കിൽ. മാർക്ക് എബോവ് 7.5 അപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് എഡ്ജിലായിട്ട് ചിലപ്പോൾ കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നീ ജർമ്മൻ ലാംഗ്വേജ് എടുത്ത് ഫ്രീ ആയിട്ട് ജർമ്മനി പഠിക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ എന്നുള്ള രീതി. ആ ഒരു ഓപ്ഷനാണ് കോഴ്സ് എൻ്റെ ഏത് ടൈപ്പ് ഓഫ് പാത്വേ സ്റ്റഡി എടുക്കണമെന്നുള്ളത്. 2ാമത്തെ സബ്ജക്റ്റ് എടുക്കേണ്ട ബ്രാഞ്ചാണ് മെക്കാനിക്കലല്ലേ പറഞ്ഞല്ലേ.
മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് വളരെ 10-50 ബ്രാഞ്ചസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം എറോനോട്ടിക്കൽ വേണമെങ്കിൽ അതെടുക്കാം, മറ്റേ ഈ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ വേണമെങ്കിൽ അതെടുക്കാം, അല്ല ഇൻഫോട്രോണിക്സ് വേണമെങ്കിൽ അതെടുക്കാം, മെക്കട്രോണിക്സ് വേണമെങ്കിൽ മെക്കട്രോണിക്സ് എടുക്കാം. അങ്ങനെ കുറേയേറെ ബ്രാഞ്ചിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിലൊരു ബേസ് ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എന്നുള്ള ഇതിൽ. അതും നമ്മൾ എടുക്കുമ്പോൾ ജർമ്മനിയിലെ ജോലി സാധ്യത അല്ലെങ്കിൽ യൂറോപ്പിലെ ജോലി സാധ്യത എവിടെയാണ് ഇപ്പോൾ ജർമ്മനിയാണ് പോകുന്നതെങ്കിൽ ജർമ്മനിയിലെ ജോലി സാധ്യതയുള്ള ബ്രാഞ്ച്. ഓഫ് കോഴ്സ് ജർമ്മനി ഏവിയേഷൻ ഇൻഡസ്ട്രി ഉണ്ട്, ജർമ്മനിയിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട്. അവിടെ ഉള്ള ഇതൊക്കെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഹൈബ്രിഡ് എഞ്ചിനീയറിംഗിലോട്ട് പോകുന്നവരെടുക്കുന്നുണ്ട് ആക്ച്വലി. പറ്റും ഹൈബ്രിഡ് ടെക്നോളജിയിലോട്ട് പുതിയ കാറുകളൊക്കെ ഹൈബ്രിഡായിട്ട് മാറുവാണല്ലോ ആക്ച്വലി. നോൺ കൺവെൻഷണൽ എടുക്കുന്നുണ്ട്, എനർജി സെഗ്മെൻ്റ് ഉണ്ട്, എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോൺ കൺവെൻഷണൽ എനർജി സെഗ്മെൻ്റ് ഉണ്ട്, ടോട്ടൽ എനർജിയായിട്ട് ബന്ധപ്പെട്ടുള്ള സെഗ്മെൻ്റ് ഉണ്ട്. കാര്യം ഇങ്ങനെ അടുത്ത സ്കോപ്പുള്ള മേഖല ഉണ്ട്. അതും തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ ആലോചിക്കേണ്ടത് നമ്മളൊരു ഫാക്ടറിയിലോ ഒരു സ്ഥാപനത്തിലോ വർക്ക് ചെയ്യുന്ന ജോലിയാണോ ആഗ്രഹിക്കുന്നത്, നമുക്ക് റിസർച്ചാണോ ആഗ്രഹിക്കുന്നതെന്ന് ആലോചിക്കണം. റിസർച്ച് ആണെങ്കിൽ അത്തരം അക്കാഡമിക് റിസർച്ച് ഇൻട്രസ്റ്റ് ഉള്ള യൂണിവേഴ്സിറ്റികൾ എടുക്കുകയും അത്തരം ഉള്ള സബ്ജക്റ്റ് എടുക്കുകയും വേണം ആക്ച്വലി. റിസർച്ചിനും അത് ഇപ്പോൾ റിസർച്ച് സമയത്ത് സ്റ്റൈപ്പൻ ഉണ്ടായിരിക്കും, ഫീസൊന്നും ഇല്ല ജർമ്മനിയിൽ ആക്ച്വലി. അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആ പ്ലാൻ അങ്ങനെയാണ് ഈ പ്ലാൻ ചെയ്യേണ്ടത്. വർക്കാണോ റിസർച്ച് ഓറിയൻറ്റഡ് കരിയറിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ അധ്യാപകൻ റിസർച്ച് അങ്ങനെയാണോ അത് വർക്കാണോ, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ സബ്ജക്റ്റും യൂണിവേഴ്സിറ്റിയും ഒക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ ഇപ്പോൾ എന്താ? നമ്മുടെ CGPA കൂടാതെ അവിടെ വേറെ എക്സാം വല്ലതും ഉണ്ടാവും, ഇൻ്റർവ്യൂസ് ഉണ്ടാവും? ഇല്ല, അവർ നമുക്കുള്ളത് അവിടെ IELTS 6.5 എബോ വേണം. IELTS നല്ല സ്കോർ. ജർമ്മൻ പഠിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മൻ പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ B2 C1 കാറ്റഗറി എങ്കിലും ജർമ്മൻ വേണം. ചിലർക്ക് B2 മതി, ചിലർക്ക് C1 C2 വയ്ക്കും. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയിലെ ജർമ്മൻ മെഡിക്കൽ കോഴ്സിലേക്കുള്ള മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അത് ഫ്രീയാണ്. അത് ആഫ്റ്റർ നമ്മൾ അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള സ്കോളർഷിപ്പൊക്കെ നമുക്ക് ഫണ്ടൊക്കെ ഉണ്ടാവും, നമുക്ക് തരുമോ? ഇപ്പോൾ ജസ്റ്റ് മാസ്റ്റേഴ്സ് 2 years കോഴ്സ്, 1 year കോഴ്സും 2 years കോഴ്സും ഉണ്ട്. മാസ്റ്റേഴ്സ് 2 years ജർമ്മനി 2 years കോഴ്സ്. അപ്പോൾ അവിടുത്തെ സ്റ്റൈപ്പൻറ്റോട് കൂടെ ആയിരിക്കുമല്ലേ ഇത് പഠനം? അല്ല, മാസ്റ്റർ സ്റ്റൈപ്പൻഡ് കിട്ടത്തില്ല, നമുക്ക് ഫ്രീ ട്യൂഷൻ ഫീ ഇല്ലെന്നേ ഉള്ളൂ. അപ്പം ലീവിങ് എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യണം. അത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ? പാർട്ട് ടൈം ചെയ്യാം. പക്ഷേ ജർമ്മൻ ഭാഷ അറിഞ്ഞാലേ പാർട്ട് ടൈം ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, ദാറ്റ്സ് കൂൾ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അത് നോക്കണം. അത് ജർമ്മനിയിലെ വേക്കൻസി, ജർമ്മനിയിൽ അടുത്ത തൊഴിൽ സാധ്യതയുള്ള ഏജ് ഏതായാലും ഐഡൻറ്റിഫൈ ഉണ്ടെങ്കിൽ ജർമ്മനിയുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, മേക്ക് ഇറ്റ് ജർമ്മനി എന്ന സൈറ്റ് ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയത് മേക്ക് ഇറ്റ് ജർമ്മനി നോക്കിയാൽ അടുത്ത കുറച്ച് നാളത്തേക്കുള്ള ഇപ്പോഴുള്ളയും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ജർമ്മനിയിൽ അവിടെ അകത്തുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. ഞാൻ BCA പാസ് ഔട്ടാണ്. അപ്പോൾ എനിക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനോട് താല്പര്യം, എബ്രോഡിങ്ങിൽ ചെയ്യാനാണ്. അപ്പോൾ മോന് എത്ര പെർസെൻറ്റ് മാർക്കുണ്ട് BCA കഴിഞ്ഞിട്ട്? BCAയിൽ 74. മോന് ജർമ്മനിയിൽ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്ത് നോക്കാം. അത് 77.5 ആണ് അവിടെ, അതായത് 70% എബോ ആണ്. അതും ഈ പറഞ്ഞ ബ്രിമ്മാണ്. ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ കിട്ടാം ഈ ആ ഷോർട്ടേജുള്ള ഏരിയയാണ്. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും നമ്മുടെ ആ ബഡ്ജറ്റ് അനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളാണ്. ബഡ്ജറ്റ് കുറവാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ എവിടെയെങ്കിലും ചൂസ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ. മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പല ആപ്ലിക്കേഷൻസ് എടുക്കാം. MCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഡാറ്റാ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിങ്, കുറേ സബ്ജക്റ്റുകളുണ്ടല്ലോ. അതിലേതെങ്കിലും നെറ്റ്വർക്കിങ്, അങ്ങനെയൊക്കെ പല മേഖലകളിൽ ഏത് വേണമെങ്കിലും മുൻ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണെങ്കിൽ. ജർമ്മനിയുടെ കാര്യത്തിൽ മാർക്ക് കറക്റ്റ് ബ്രിമ്മിലായുണ്ട്. ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോൾ കിട്ടാം, ലക്കാണ്. അവർ ചില കോഴ്സുകൾക്കൂടെ ഷോർട്ടേജ് ഉണ്ടായിരിക്കും ആളുകളെ, അപ്പോൾ അവരെടുക്കും എന്നുള്ളതാണ്. വേറെ ഡൗട്ട്? ഞാൻ തന്നെ ഇത് ആക്ച്വലി സ്റ്റഡി അല്ല, റിലേറ്റഡ് അല്ല, ജോബ് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ജോബ് റിലേറ്റഡ് ആണെങ്കിൽ പലപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജർമ്മനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വിസ എന്നുള്ള 1 year ജോബ് സെർച്ച് ചെയ്താൽ കിട്ടും. ജർമ്മൻ ലാംഗ്വേജ് വേണം അതിന്. വൺസ് ഐ ഗോട്ട് ക്ലിയർഡ് ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടായാലും അതിന് എംപ്ലോയബിലിറ്റി ഉണ്ടാകുന്നുള്ളത്. ഒരു B2 മിനിമം ഒരു A2 B1 ഒക്കെ ചോദിക്കുന്നുണ്ട്. B1 ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അവിടെ ചെന്ന് ജോബ് റിലേറ്റഡ് സെർച്ച് ചെയ്യാനുള്ള വിസയുണ്ട് ജർമ്മനിയിൽ. B1 ലാംഗ്വേജ് ക്ലിയർ ആയതിനു ശേഷം അവിടെ പോയിട്ട് സെർച്ച് ചെയ്യണം. അതെ, 1 വർഷത്തെ വിസ ആയിരിക്കും തരുന്നത്, ഓപ്പർച്യൂണിറ്റി വിസ. ജോബ് വിസയല്ല, അവിടെ ചെന്ന് നമ്മുടെ ചിലവിൻ്റെ അമൗണ്ടൊക്കെ ബ്ലോക്ക് അക്കൗണ്ട് തുടങ്ങണം. അവിടെ ചെന്ന് ജോബ് ഓപ്പർച്യൂണിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നിന്ന് സെർച്ച് ചെയ്യണം ജോബിന് വേണ്ടിയിട്ട്.
ഹലോ. സാർ, ഈ വിദേശത്തെ നേഴ്സിംഗ് പഠനത്തെക്കുറിച്ചൊന്ന്, പ്രത്യേകിച്ച് ജർമ്മനിയിൽ നോർക്ക വഴി ട്രിപ്പിൾ വിൻ എന്ന് പറഞ്ഞൊരു ഇതൊക്കെ കേട്ടായിരുന്നു. അതിൻ്റെ നേഴ്സിംഗ് പഠനം, ജർമ്മനിയിലെ നേഴ്സിംഗ് പഠനം ഞാൻ നേരത്തെ പറയില്ല, അപ്രന്റീസ്ഷിപ്പുള്ള ഹൗസ് ബിൽഡിംഗ് എന്നുള്ള രീതിയാണ്. BSc നേഴ്സിംഗിലേക്കുള്ള അഡ്മിഷൻ ഉള്ളത്. ഈ ജർമ്മൻ ലാംഗ്വേജ് B2 പഠിച്ചതിന് ശേഷം ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ അവിടുത്തെ ലൈസൻസ്ഡ് നേഴ്സ്, നമ്മുടെ ഡിപ്ലോമ നേഴ്സിനെ പോലെ അവിടുത്തെ 3 വർഷം ജെറിയാട്രിക് കെയറിലോ അല്ലെങ്കിൽ കോൾഡേജ് ഹോംസോ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റൽസോ ക്ലിനിക്സിലോ നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്നതിനകത്തും അതിനോടൊപ്പം ക്ലാസ്സുകളൊക്കെ ഉള്ളതാണ് ഈ കോഴ്സ്. അപ്പോൾ മാസം 1200 മുതൽ 1500 വരെ സ്റ്റൈപ്പൻഡ് വരാം. ആ സ്റ്റൈപ്പൻഡിൽ വർക്ക് ചെയ്ത് 3 വർഷം കഴിയുമ്പോൾ ലൈസൻസ് നേഴ്സായി മാറുകയാണ് ഒരു പ്രോസസ്സും. 2 BSc നേഴ്സിങ്ങിൻ്റെയാണ്. BSc നേഴ്സിങ്ങിൻ്റെ നേഴ്സാവണമെങ്കിലും B2 ലെവൽ ലാംഗ്വേജ് ഇവിടുന്ന് പാസ്സാവണം. അതിനുശേഷം ജർമ്മനിയിലെ നേഴ്സിംഗർക്ക് അവർക്ക് ഒരു പാപ്പ് പ്രോഗ്രാമിൽ ഒരു ക്വാളിഫൈ എക്സാമിനേഷൻ ഉണ്ട്. ഈ ക്വാളിഫൈ എക്സാമിനേഷനും പാസ്സായതിന് ശേഷമാണ് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ജർമ്മനിയിൽ. അപ്പം ആ ലെവലിലേക്ക് വരുമ്പോൾ ലാംഗ്വേജ് B2 കഴിഞ്ഞും C1 C2 ലെവലിലേക്കുള്ളതായിരിക്കും ലാംഗ്വേജ് വേണ്ടിയിരിക്കും. പേഷ്യൻ്റ് ഇൻട്രാക്ഷനും ഈ ലാംഗ്വേജ് മസ്റ്റാണ്. അതുകൊണ്ടാണ് പേഷ്യൻ്റ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ആക്ച്വലി ആ ലാംഗ്വേജ് വെച്ചിട്ട് ആണ് അവർ ഡോർക്കല്ല ഇവരൊക്കെ ഉടപ്പൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് ഫ്രീ റിക്രൂട്ട്മെൻറ്റുമാണ്. ജർമ്മനിയിൽ നല്ല ഷോർട്ടേജ് ഉണ്ട്. അപ്പം ജർമ്മനി നേഴ്സിൽ നിന്ന് ഒരാൾ ജർമ്മനി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ജർമ്മൻ ലാംഗ്വേജ് ആദ്യം മിനിമം B2 ലെവൽ കഴിയുക എന്നുള്ളതാണ്. ആക്ച്വലി അതിനുശേഷം ജർമ്മൻ റിക്രൂട്ടർ ഇത്തരം ഏജൻസിയിൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസി എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ റിക്രൂട്ടിങ് അറേഞ്ച്മെൻറ്റിൽ ഫെസിലിറ്റി ഉണ്ട് അവർക്ക്. അത് BSc പഠിച്ചിട്ട് പോകുന്ന കാര്യമല്ല ഇപ്പോൾ സാറ് പറഞ്ഞു, അവിടെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള. BSc പഠിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻറ്റ് കോളേജ് ചെയ്യണം. ഏതാ 12ാം ക്ലാസ് വരെ 13ാം ക്ലാസ് വേണം. പിന്നെ ചെയ്യുന്ന ഡിപ്ലോമയുടെ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് നേരത്തെ പറഞ്ഞില്ല. ഇപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് പോകുന്നതിൽ തന്നെ നേഴ്സ് അത് 300-ലധികം ട്രേഡിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആവും. ചോദിച്ചോളൂ. നേഴ്സിംഗിൻ്റെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട് ജർമ്മനി ആ കുട്ടിക്ക് നേഴ്സിംഗ്? എൻ്റെ അല്ല, അത് ഇപ്പോൾ +2 കഴിഞ്ഞ ആളാണ് ചോദിച്ചത്. എത്ര പെർസെൻറ്റേജ് മാർക്കുണ്ട്? അത് +2-ന് 80%. 80% മാർക്കുള്ള കുട്ടിയായിട്ട് ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ പെട്ടെന്ന് പഠിച്ചെടുക്കും. വലിയ ഒരു വർഷം കൊണ്ട് പഠിച്ചെടുക്കാം. പക്ഷേ 80% മാർക്കുള്ള ഒരു കുട്ടിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഈ നേഴ്സിംഗ്. കാരണം അതൊരു കരിയർ ഗ്രോത്ത് ഇല്ലാത്ത കരിയറാണ്, കോഴ്സാണ്. അപ്പോൾ നമ്മൾ ചില കുട്ടികൾ ആവറേജ് ആയിരിക്കും, അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരിക്കത്തില്ല, എന്നാൽ അവർ സ്കിൽഡ് ആയിരിക്കും, എന്തെങ്കിലും സ്കിൽഡായിട്ട് അവർ പോകുക ആക്ച്വലി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഓക്കെയാണ് ലാംഗ്വേജ് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ. മറ്റേ ആൾക്ക് നേഴ്സാവണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു പാത്വേ എന്ന് പറഞ്ഞാൽ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ജർമ്മൻ ലാംഗ്വേജ് എടുത്ത് ജർമ്മനി പോകാം, അല്ലെങ്കിൽ OET ക്വാളിഫൈ ചെയ്താൽ UK കിട്ടും. അവിടെയൊക്കെ വേക്കൻസി ഉണ്ട് നാട്ടിൽ. BSc നേഴ്സിംഗ് കഴിഞ്ഞ് അങ്ങനെയുള്ളതൊക്കെ മറ്റേ ഡിഗ്രിക്ക് പോട്ടെ 4 ഇയർ BSc ഗ്രാജുവേഷൻ എടുത്തിട്ട് UK-ലൊക്കെ 6 മാസമുള്ള റിക്രൂട്ട്മെൻറ്റാണ്. 5 പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്നും. ജർമ്മനി റിക്രൂട്ട്മെൻറ്റ് 5 പൈസയുടെ ചിലവില്ല. അവർ റിക്രൂട്ടർ പേ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ടെസ്റ്റിൻ്റെ IELTS എടുക്കുന്നവർ നമുക്ക് തരും. ജർമ്മനാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ടെസ്റ്റ് വരെ ഉടപ്പയ്ക്ക് മാത്രം ജർമ്മനിയിലൊക്കെ എംപ്ലോയർ തരും നമുക്ക് ഇങ്ങോട്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല സാലറി കിട്ടും. ഇപ്പം 3 വർഷം ഇവിടെ പോയിട്ട് ഒരു ലൈസൻസ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല സാലറി കിട്ടുന്ന അതിനകത്ത് പോകുന്നതായിട്ട്. ശരി, താങ്ക് യു സാർ. അതായത് മാർക്ക് ചോദിച്ചിട്ട് കാര്യം ആ കുട്ടികളുടെ റേഞ്ച് അക്കാഡമിക്കലി പഠിക്കാൻ അങ്ങനെയുള്ള അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒരുവിധം ചോദ്യങ്ങളൊക്കെ ശരിയായി നിൽക്കുന്നു. ഇനിയൊന്നും സംശയമില്ലല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വേണ്ടവർക്ക് എൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. 9847. വിളിക്കുമ്പോൾ എന്നെ പറയണം ഇങ്ങനെ സെമിനാർ കണ്ടു എന്നുള്ള. പലപ്പോഴും ഞാൻ യാത്രയിലൊക്കെ ആയിരിക്കാം. 9847 000 188. വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡോക്ടറിലും ചോദിച്ചോളൂ, എന്നും പറയാം, കുഴപ്പമില്ല. 9847 000 188. ഓക്കെ, താങ്ക് യു വെരി മച്ച്.